ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് അറിയണ്ടേ? അടിപൊളി തേങ്ങാച്ചോറാണ്. അപ്പൊ വീഡിയോയിൽ കാണാം. ബൈ. തേങ്ങാച്ചോറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അരി 3/4 കിലോ, ചിരവിയ തേങ്ങ, 6 ടേബിൾ സ്പൂൺ നെയ്യ്, 2 നുള്ളു കായപ്പൊടി, കാഷ്നട്ട് 50 ഗ്രാം, ഗ്രൗണ്ട്നട്ട് 50 ഗ്രാം, പൊട്ടുകടല 50 ഗ്രാം, കറിവേപ്പില, വറ്റൽമുളക് 6 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്. തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ ബാസ്മതി റൈസാണ് ഏറ്റവും നല്ലത്. ആദ്യം തന്നെ അരി നന്നായി കഴുകിയിട്ട് അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരിയും കൂടി ഒരുമിച്ചിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഓയിലോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സ്പൈസസോ ഒന്നും ചേർക്കുന്നില്ല. പ്ലെയിനായിട്ട് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അരി ഒരിക്കലും ഓവർ കുക്ക് ആവരുത്. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ പാകത്തിന് വേവിക്കില്ലേ, അതുപോലെ അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം. എന്നാൽ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം വാർന്നെടുക്കാം. റൈസ് ഇതുപോലെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസമോ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആകെ 10 മിനിറ്റിൻ്റെ സമയം മതി. നമുക്ക് അരി വേവിക്കുന്ന ഒരു സമയമാണ് കൂടുതൽ വേണ്ടത്. ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഈ തേങ്ങാച്ചോറ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയും നന്നായിരിക്കും. നെയ്യ് ചൂടാവുമ്പോൾ നട്ട്സ് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് തന്നെ കാഷ്യൂ നട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി ചോറിനകത്തേക്ക് ഏത് ടൈപ്പ് നട്ട്സ് വേണേലും ഉപയോഗിക്കാം. എന്നാലും നാടൻ ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഈ പൊട്ടുകടലയും നിലക്കടലയും അണ്ടിപ്പരിപ്പും ഒക്കെയാണ് കുറച്ചും കൂടി നല്ലത്. പൊട്ടുകടലയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്രൗണ്ട് നട്ടും കൂടി ഇട്ട് വറുത്തെടുക്കാം. ബാക്കിയുള്ള നെയ്യിലേക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. മുളക് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. മുളക് വറുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള കുരുക്കളൊക്കെ അതേപോലെ കിടന്നോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ റൈസിന് നല്ലൊരു ഫ്ലേവറാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരവി എടുത്തിട്ടുള്ളതാണ്. തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. എന്നാലും കുറച്ചധികം തേങ്ങകളാണ് നല്ലത്, കാരണം ഇത് കോക്കനട്ട് റൈസ് ആണല്ലോ. തേങ്ങ വറുത്തെടുക്കുമ്പോൾ കളറൊന്നും മാറരുത്. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഒരു പാകമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നെയ്യൊക്കെ നന്നായിട്ട് അതിലൊന്ന് ബ്ലെൻഡായി ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടുന്നൊരു പാകം, അത്ര മതി. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാച്ചോറാക്കിയെടുക്കാം. അതേ ചട്ടിയിൽ തന്നെ 2 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതെന്ന് കുറച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ചോറ് മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയും നട്ട്സും മുളകും എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വാർത്ത് വെച്ചിട്ടുള്ള ചോറിൽ നിന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒറ്റയടിക്ക് അങ്ങ് ചോറിടരുത്, കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ചോറിടുന്നേക്കാൾ മുമ്പായിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടിയെടുക്കാൻ. തേങ്ങാച്ചോറ് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വേർഷനാണ്.
ശരിക്കും ഒതൻറ്റിക്കായിട്ട് പണ്ടത്തെ രീതിയിലൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ തേങ്ങാപ്പാലിൽ ചോറ് വറ്റിച്ചെടുക്കും. നമ്മൾ നെയ്ച്ചോറൊക്കെ വെള്ളം വറ്റിച്ചെടുക്കില്ല, അതുപോലെ തന്നെ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലിൽ ചോറ് വറ്റിച്ചെടുക്കും. അതിനകത്ത് ഒന്നുമില്ലെങ്കിലും ഈ നട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഫ്ലേവേഴ്സ് ഇല്ലെങ്കിലും തേങ്ങാപ്പാലിൻ്റെ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. പക്ഷേ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം, കാരണം താഴെ പിടിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 നുള്ളി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കയ്പ്പ് വരും. പക്ഷേ കായപ്പൊടി ചേർക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെയാണ്. ഒരു ഇച്ചിരി കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോക്കനട്ട് റൈസ് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു ഡിഷാണിത്. കറിയൊന്നും ഇല്ലെങ്കിലും ചുമ്മാ കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.